നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ സ്വരമാണ് നമ്മൾ കേൾക്കുന്നത്. ദൈവം സംസാരിക്കുന്നത് തൻ്റെ വചനം വഴിയാണ്. ദൈവം ജീവിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. പ്രിയമുള്ളവരെ, ഇത് മൂന്നും എന്നിൽ സംഭവിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നത്. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നീ എന്നോട് സംസാരിക്കണം. നാഥാ, അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. നാഥാ, അരുളി ചെയ്താലും ഞാൻ കേൾക്കുകയാണ്, ഞാൻ കേൾക്കാനായിട്ട് വന്നിരിക്കുകയാണ്, നീ എന്നോട് സംസാരിക്കണം. ദൈവവചനം എന്നിൽ ആഴമായി നിറയുവാൻ, ദൈവവചനം എന്നിൽ വേരു പ്രാപിക്കുവാൻ, ദൈവവചനം എന്നിൽ വളരുവാൻ നല്ല നിലമാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പാറപ്പുറമല്ല, വഴിയരികല്ല, മുള്ളുകൾക്കിടയിൽ മുള്ളുകളല്ല, പിന്നെയോ നല്ല നിലം. നല്ല നിലത്ത് വീണ വിത്താണ് വളർന്ന് വലുതായത്, പന്തലിച്ചത്. അതേപോലെ നല്ല നിലമായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല നിലമായി എന്നെ മാറ്റി ഈ നല്ല നിലത്തിൽ നിൻ്റെ വചനം വന്ന് പതിച്ച് വചനം 30 മേനി 60 മേനി 100 മേനി ഫലം ചൂടുവാൻ തക്കവണ്ണം കർത്താവേ, എന്നിൽ നിൻ്റെ വചനം നിറയ്ക്കണമേ. ഇപ്പോൾ ഇത് സംഭവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വിജയം നൽകുന്ന എൻ്റെ വലുത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, സ്തോത്രം, സ്തോത്രം. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഈശോയേ, ഈശോ. വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വന്ന കർത്താവേ, വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവേ, ഇന്നും ജീവിക്കുന്ന കർത്താവേ, എൻ്റെ കൂടെയുള്ള കർത്താവേ, എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ കൂടെയുള്ള ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ നിന്റെ നാമം ഏറ്റുപറയുന്നു. നീയാണ് ഞങ്ങളുടെ ദൈവം, നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, നീ മാത്രമാണ് ഏക ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ വന്ന് ആവസിക്കണമേ. ആത്മാവേ, ഉള്ളങ്കാൽ മുതൽ ഉച്ചവരെ നിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, തീനാവ് പോലെ ഇറങ്ങി വരുന്ന ശക്തി ഇപ്പോൾ ഈ ജനത്തെ നിറയ്ക്കണമേ. ഈ ജനത്തെ ബലപ്പെടുത്തണമേ. ഇവരുടെ പാപങ്ങൾ കഴുകണമേ, ഇവരുടെ കടങ്ങൾ പൊറുക്കണമേ, ഇവരുടെ കൂടെ എന്നും വസിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ, സ്തോത്രം. ഹല്ലേലൂയാ. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ, നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, സ്തോത്രം, സ്തോത്രം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
നിന്നോടുകൂടെ ഈ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമുക്കിരിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ മഹത്വം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ഒരു വലിയ മാസമാണ്. ഞാനിത് പറയാൻ കാരണം, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരുനാളുകൾ ഈ മാസം എന്തെന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല, ഇനി പരിശോധിക്കണം. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ ഇതിനെപ്പറ്റി കേട്ടോ. എന്നാൽ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ജൂലൈ മാസത്തിലുള്ള തിരുനാളുകളെ പറ്റി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ചില തിരുനാളുകൾ ഇനി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അതും ഞാൻ പരിശോധിക്കണം. മനസ്സിലായോ? ജൂലൈ 3 ഏതാ? മാർത്തോമാ ശ്ലീഹ നമുക്ക് നമ്മുടെ ഈ ഭാരത നാട്ടിൽ കടന്നു വന്ന് അല്ലേ, അന്ധകാരത്തിൻ്റെയും അതേപോലെ എന്താ പറയുക അന്ധവിശ്വാസങ്ങളുടെയും വിളഭൂമിയായിരുന്ന ഈ ഭാരതത്തിൽ കടന്നു വന്ന് ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവിനെ പകർന്നു കൊടുത്ത, നമ്മളെ വിശ്വാസം പഠിപ്പിച്ച അല്ലേ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രോന തിരുനാൾ. പിന്നീട് വരുമ്പോൾ ജൂലൈ 15 നമ്മളെ സംബന്ധിച്ച് അല്ലേ ധന്യൻ മാർ ഇവാനൂസ് മെത്രാപ്പോലിത്തയുടെ തിരുനാളാണ്. അത് കഴിഞ്ഞ് പിന്നെയും വരുമ്പോൾ ജൂലൈ 16 ഒരു തിരുനാളുണ്ട്. ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ തിരുനാൾ. ഞാൻ പിതാവിൻ്റെ ജീവചരിത്ര പുസ്തകമുണ്ട്. ആ ജീവചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ തലേ ദിവസം പിതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരുന്ന. അപ്പോൾ ജൂലൈ 16 ആയിരിക്കാം. ഓക്കെ, നമുക്ക് പരിശോധിക്കാം എന്താണെന്ന് വെച്ചാൽ. ജൂലൈ 16 ജൂലൈ 16 കർമ്മല മാതാവിൻ്റെ തിരുനാൾ അല്ലേ. ഇനി ജൂലൈ 28 വരുമ്പോഴോ അൽഫോൺസാമ്മയുടെ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ ആദ്യത്തെ വിശുദ്ധയായ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ജൂലൈ മാസം ആഘോഷങ്ങളാണ്, തിരുനാളുകളുടെ ആഘോഷം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇപ്പോഴുള്ളവരെ ഓരോ തിരുനാൾ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്നാ ജൂലൈ 11 ബെനഡിക്റ്റ് പുണ്യാളൻ്റെ തിരുനാൾ. അപ്പോൾ അങ്ങനെ ഇന്ന് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ. കണ്ടോ പുതിയത് കണ്ടത്, ഇതൊക്കെ സിസ്റ്റർ നോക്കി വന്നുകൊണ്ട് കാര്യമായി. അപ്പോൾ ഇന്ന് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ഇല്ലേ. അപ്പോൾ കണ്ടില്ലേ, അപ്പം തിരുനാളുകളാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ തിരുനാളുകളിലൂടെ യാത്ര ചെയ്യുമ്പോഴും ആ വിശുദ്ധരോട് അല്ലെ ആ ഒരു എന്താ പറയുന്നത്, ഇപ്പം മാതാവിൻ്റെ റോസാ മിസ്റ്റിക്ക മാതാവ് ഇല്ലേ, അപ്പോൾ എന്താ പറയുന്നത് ആ ഒരു മാതാവ് റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥനയൊക്കെയുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ ചൊല്ലണം അല്ലേ. മാർ ഇവാനൂസ് പിതാവ് ജൂലൈ 15 നമ്മൾ പിന്നെ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പിതാവിനെ അൾത്താര വണക്കത്തിന് വേണ്ടി സഭ ഉയർത്തിയില്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് പിതാവ് വിശുദ്ധനാണ് ഇല്ലേ. നമ്മളെ സംബന്ധിച്ച് വിശുദ്ധനാണ്. ഞാനിത് പറയാൻ കാരണം നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പിതാവ് വിശുദ്ധനാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ പ്രിയമുള്ളവരെ ഒരു അനുഭവമാണ്. അതായത് പലപ്പോഴും നമ്മുടെ സഭയിലുള്ളവർ പോലും പലപ്പോഴും ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പറയാം പിശാച് കളിക്കുന്നതാണ് അത്. നിങ്ങൾക്കറിയാം, ഞാൻ കാതോലിക്കറ്റ് സെൻറ്ററിൽ പിന്നെ റീജൻസി ചെയ്യുന്ന സമയത്ത് അന്ന് പിതാവിൻ്റെ നാമകരണ നടപടിയുടെ ഭാഗമായിട്ടുള്ള പിതാവിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റോമിലേക്ക് അയച്ചു കൊടുക്കുന്നത് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ശുശ്രൂഷയൊക്കെ ഞാൻ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് ആ ഒരു വർഷം കൊണ്ട്. അപ്പോൾ അന്ന് ഒരാൾ പറയുക, പിതാവ് വിശുദ്ധനാകാനൊന്നും പോകുന്നില്ല. മനസ്സിലായോ? പിതാവ് വിശുദ്ധനാകാനൊന്നും പോകുന്നില്ല. അയാളത് പറഞ്ഞത് എന്തിൻ്റെ അർത്ഥത്തിലാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ ഏത് രൂപതയെന്ന് പറയുന്നില്ല, ഒരു രൂപതയിൽ ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ബദനി ഫീസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീസ്റ്റ് ഉണ്ട് നമ്മുടെ സഭയിൽ. എന്താണെന്ന് അറിയാമോ? ബദനി ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ
മർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയൊക്കെ തിരുനാൾ. അപ്പോൾ ബദനി സന്യാസ സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ തിരുനാളാണെന്ന്. അപ്പോൾ അന്ന് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു. അവരുടെ തിരുനാളിന് ബദനി ഒരു ആശ്രമത്തിൽ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു. എന്നൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു. ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ, അവിടെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് പറയുക, തിരുവനന്തപുരത്ത് എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ അന്ന് ആ പരിപാടി നടക്കത്തേ ഉള്ളൂ, പിതാവ് വിശുദ്ധനാകില്ല. ഇങ്ങനെ പറയും, തിരുവനന്തപുരത്ത് എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം, അത് നടന്നോട്ടെ, പിതാവ് വിശുദ്ധനാകാൻ പോകുന്നില്ല. ഇവരെ ഇതെന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പ്രിയമുള്ള മക്കളെ, അങ്ങനെ പലരും പറഞ്ഞോട്ടെ, മനസ്സിലായോ? കർത്താവ് തന്നെ പറഞ്ഞത് എന്തുവാ? നീ വചനം മുറുകെ പിടിക്കുമ്പോൾ നിൻ്റെ ഭവനത്തിലുള്ളവർ തന്നെ നിനക്ക് ആരാകും? നിൻ്റെ ശത്രുക്കളാകുമെന്നാണ് പറഞ്ഞേ, ഇല്ലേ? നീ വചനം മുറുകെ പിടിക്കുമ്പോൾ, നീ കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുമ്പോൾ നിൻ്റെ വീട്ടിലുള്ളവർ തന്നെ ഒരു പക്ഷേ നിൻ്റെ ശത്രുക്കളായി തീരും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അത് തന്നെയല്ലേ എൻ്റെ പ്രിയമുള്ള മക്കളെ ഇവിടെ സംഭവിക്കുന്നത്. ദൈവവചനം മുറുകെ പിടിച്ച ഒരു പിതാവിനെ അൾത്താര വണക്കത്തിലേക്ക് ഒരുക്കാൻ വേണ്ടി സ്വർഗത്തിൻ്റെ സഹായം ഒരു സഭ മുഴുവൻ തേടുമ്പോൾ ആ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് ചില വ്യക്തികൾ പറയാ, ഇയാൾ വിശുദ്ധനാകാൻ പോകുന്നില്ലെന്ന്. എനിക്ക് അവരോട് ഒന്നേ പറയുള്ളൂ, എടാ നീ വിശ്വസിക്കണ്ടടാ, നീ വിശ്വസിക്കണ്ട. നിന്റെ മനസ്സിൽ പിതാവ് ഒരുപക്ഷെ വിശുദ്ധനല്ലായിരിക്കും, പക്ഷേ എൻ്റെയും അനേക സഭാമക്കളുടെയും ഹൃദയത്തിൽ പിതാവ് ഇന്നും വിശുദ്ധനാ. ഹല്ലേലൂയ, പിതാവ് ഇന്നും വിശുദ്ധനാ. ഇല്ലായിരുന്നെങ്കിൽ ദൈവദാസനിലായിട്ട് കടന്നേനെ പിതാവ്. ഇപ്പോഴും ദൈവദാസൻ എന്ന പദവിയിൽ മാത്രം നിന്നനെ. ഈ വർഷവും പിതാവിനെ വിളിച്ചതിനെ ദൈവദാസൻ മാർ യോഹന്നാനോസ് മെത്രാപ്പോലീത്തൻ വിളിക്കാൻ സ്വർഗം അനുവദിച്ചില്ല. സ്വർഗം അനുവദിച്ചു, ദൈവദാസനല്ല. ധന്യൻ മാർ യോഹന്നാനോസ് മെത്രാപ്പോലീത്ത. ഹല്ലേലൂയ, ദേവദാസൻ മാറി ധന്യനായി. പിതാവ് വിശുദ്ധനാവില്ലായിരുന്നെങ്കിൽ ഈ പദവി മാറി അടുത്ത പദവി വരില്ലായിരുന്നു. വരും മക്കളെ, പിതാവാവും. ഒന്നുകിൽ നമ്മുടെ സമയം ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പിതാവിനെ വിശുദ്ധ മാർ യോഹന്നാനോസ് മെത്രാപ്പോലീത്തയെന്ന് വിളിക്കാൻ അനുവാദം തരണമേ, അതിനുള്ള ആയുസ് തരണമേ എന്ന് എൻ്റെ പ്രിയമുള്ള മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഹിതം, നമ്മുടെ ആഗ്രഹം അതാണെങ്കിലും ദൈവം എന്താ ആഗ്രഹിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ നമ്മളെക്കുറിച്ച്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അടുത്ത തലമുറയായിരിക്കാം കേൾക്കുന്നത്, എന്തോ ആയിക്കോട്ടെ. പക്ഷേ എന്നാലും ഇത് നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം മക്കളെ, ഇത് സ്വർഗത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്, ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. ഇല്ലായിരുന്നെങ്കിൽ പിതാവ് ധന്യൻ പദവിയിൽ എത്തില്ല. മനസ്സിലായോ? ഈ ഡോക്യുമെൻറ്റ്സൊക്കെ റോമിലേക്ക് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡോക്യുമെൻറ്റ്സ് റോമിലേക്ക് അയച്ചിട്ട് ഇത് ഇവർ പഠിക്കും, റോമിലുള്ളവർ പഠിക്കുമായിരുന്നു. പഠിച്ച് അവരതിനെ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 1,00,000-ഓളം പേപ്പർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 1,00,000-ഓളം ഒരു പേപ്പർ, ഒരു മുറി മുഴുവനാണ് കിട്ടിയത്. 1,00,000-ഓളം പേപ്പറാണ് പിതാവിനെ പറ്റി ഉണ്ടായിരുന്നത്. അതായത് പിതാവിനെ പറ്റിയുള്ള പഠനങ്ങൾ, പിതാവിൻ്റെ പ്രസംഗം, പിതാവ് എഴുതിയ കത്തുകൾ, പിതാവ് എഴുതിയ ബുക്കുകൾ, അതിൻ്റെ വിവരണങ്ങൾ, പിതാവിനെ കണ്ടവർ നൽകിയ ഇൻ്റർവ്യൂ, അവരുടെ അഭിമുഖങ്ങൾ, അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഏകദേശം 1,00,000 വരുന്ന പേപ്പറാണ് റോമിലേക്ക് അയച്ചു കൊടുത്തത്. ഇത് അവിടെ ഒരു ടീമുണ്ട്. ആ ടീം അതത്രയും ഇരുന്ന് പഠിച്ചിട്ട് ഒരു കുഞ്ഞു തീസിസ് പോലെ, ഒരു ചെറിയൊരു ബുക്ക് പോലെ ആക്കും. മനസ്സിലായി? നിങ്ങളുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറയും, ചെറിയൊരു ബുക്ക് പോലെ ആക്കും. എന്നിട്ട് ഇതാണ് അയച്ചു കൊടുക്കുന്നത് മാർപ്പാപ്പയ്ക്ക്. എന്നിട്ട് പറയും, പിതാവേ ഈ മാർ യോഹന്നാനോസ് പിതാവ് വിശുദ്ധമായ ജീവിതം നയിച്ചത്, അതുകൊണ്ട് ധന്യനാക്കാൻ ഒരു തടസ്സവും ഇല്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പിതാവിനെ ധന്യനായി പ്രഖ്യാപിച്ചത്. അത് സ്വർഗം ഇടപെട്ടതുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ എൻ്റെ പ്രിയമുള്ള മക്കളെ പിതാവ് വിശുദ്ധനല്ലായിരിക്കാം, മറ്റുള്ളവരുടെ മനസ്സിൽ ഒരുപക്ഷെ പിതാവ് പാപിയായിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരിക്കലും അത് വെക്കരുത്. അത് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. ഈ പിതാവിനോട് നമ്മൾ ചെയ്യുന്ന വലിയ നന്ദികേടാണ്. നമ്മൾ മറ്റുള്ളവരെന്ത് പറയുന്നോ അതിന് ഒത്ത് താളം തുള്ളിയ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഞാനിത് പറയാൻ കാരണം, ഇത്രയും ഞാൻ ഒരു തുടക്കം പറയാൻ കാരണം, ഇത് സ്വർഗത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ടാണ്. നമുക്കറിയാം പുനരേക്കം എന്നാ സംഭവിച്ചത്? പുനരേക്കം സെപ്റ്റംബർ 20. എല്ലാ വർഷവും സെപ്റ്റംബർ 20 ഉണ്ടല്ലോ. ഏത് വർഷം? 1930 സെപ്റ്റംബർ 20 ഇല്ലേ? 1930 സെപ്റ്റംബർ 20 പിതാവ് ഉൾപ്പെടെ ഇല്ലേ 5 പേര് ഇല്ലേ? 5 പേര് നമ്മൾ പറയുമല്ലോ, 5-ൽ നിന്ന് 5 ലക്ഷം നമ്മൾ പറയൂല്ലേ? ഓക്കെ, 5 ലക്ഷം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ 5 പേരാണ് ആദ്യം വന്ന് നമുക്കറിയാം ഇല്ലേ? 5-ൽ നിന്ന് 5 ലക്ഷം. ആ 5 പേര് ഇല്ലേ? അതായത് മാർ യോഹന്നാനോസ് മെത്രാപ്പോലീത്ത, മാർ തെയോഫിലോസ് എപ്പിസ്കോപ്പ ഇല്ലേ,
പിന്നെ ഫാദർ ജോൺ കുഴിനാപ്പുറത്ത് OSC, അതുപോലെ ഡീക്കൻ അലക്സാണ്ടർ OSC, അതുപോലെ ഒരു അൽമായ സഹോദരനുണ്ടായിരുന്നു, അത് ചാക്കോ കിളിലേത്ത്, ഇല്ലേ? ഇത്രയും 5 പേരാണ് പുനരയിക്കപ്പെട്ടത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നമ്മൾ ഒരു തീരുമാനം പ്രവർത്തിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു 2 ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. ഏതൊക്കെയാ? ഉദാഹരണം പറഞ്ഞ്, ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോവാം. വെള്ളം കുടിച്ചു, അതൊരു പ്രവൃത്തിയാണേ. പക്ഷേ ആ വെള്ളം കുടിക്കുന്നതിന് മുൻപ് ഞാൻ 2 ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. 2 ഘട്ടം നമ്മൾ കാണും. എന്തായിരിക്കും? ഓർമ്മയുണ്ടോ? പറയാൻ പറ്റുമോ? അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. നമ്മളെല്ലാവരും അങ്ങനെ കുടിക്കണോ വേണ്ടോ എന്ന് ചിന്തിക്കും. 1, 2 അതായത് 1 അയ്യോ കിട്ടിയതാണല്ലോ, പോവുകയും ചെയ്ത്. പെട്ടെന്ന് മനസ്സിലിങ്ങനെ വന്നു വെച്ചോണ്ട് സംസാരിക്കുക. പക്ഷേ അതായത് 1 ഞാൻ കുടിച്ചു. കുടിക്കുന്നതിന് മുൻപ് സംഭവിക്കുന്ന എന്താ? തീരുമാനമെടുക്കും, ഇല്ലേ? തീരുമാനം എടുത്തിട്ടാണ് ഞാനത് പ്രവർത്തിക്കുന്നത്. ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഞാൻ ആഗ്രഹിക്കും. മനസ്സിലായോ? ആഗ്രഹിക്കും. അതായത് ആദ്യം വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ട് തീരുമാനമെടുക്കും, കുടിച്ചേക്കാം. തീരുമാനമെടുക്കും, എന്നിട്ട് ഞാനത് കുടിക്കും. പിതാവിൻ്റെ ഈ പുനരേക്യ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. പിതാവ് 1930 സെപ്റ്റംബർ 20 പരിശുദ്ധ കത്തോലിക്ക സഭയാകുന്ന കൂട്ടായ്മയിലേക്ക് പുനരയിക്കപ്പെട്ടപ്പോൾ ഇതിനേക്കാളും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇതേ ഘട്ടത്തിലൂടെ പിതാവ് യാത്ര ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാ? 1, അതായത് ഓർത്തഡോക്സ് സഭയിൽ പിതാവ് താനായിരുന്ന ഓർത്തഡോക്സ് സഭയിൽ അന്ന് ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും തമ്മിലുള്ള വട്ടിപ്പണ കേസിൻ്റെ ആ ഒരു പ്രശ്നം നടക്കുക. കോടതി വ്യവഹാരവും തെരുവിലെ യുദ്ധവും സമാധാനപരമായിട്ട് ആരാധന നടത്താൻ കഴിയാത്ത ചില അവസ്ഥയിലൂടെ അന്ന് ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും കടന്നു പോകുന്ന സമയത്ത് അന്ന് ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക ബാവായും മറ്റു മെത്രാന്മാരും കൂടെ ഒരു തീരുമാനം എടുത്തു, ഒരു സിനഡ് കൂടി തീരുമാനം എടുത്തു. എന്താണെന്നറിയാമോ? നമുക്ക് ഈ ഒരു അടിയും വഴക്കും കൊണ്ട് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് സമാധാനപരമായിട്ട് ആരാധന നടത്താൻ കഴിയുന്നില്ല, നമുക്ക് സമാധാനപരമായിട്ട് പള്ളിയിൽ കയറാൻ കഴിയുന്നില്ല, നമ്മുടെ ജനങ്ങളെല്ലാവരും സങ്കടത്തിലാണ് ജീവിക്കുന്നത്, നമുക്കൊരു സമാധാനമില്ല, നമ്മളെപ്പോഴും പ്രയാസത്തില്ല. കർത്താവിനെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു സന്തോഷമില്ല. ഇങ്ങനെ ജീവിച്ചിട്ടൊരു അർത്ഥമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് കത്തോലിക്ക സഭയിലേക്ക് മാറണം. മനസ്സിലായി? കത്തോലിക്ക സഭയിലേക്ക് ചേരണം. അങ്ങനെ ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാർ, കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പിതാക്കന്മാരെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് ഈ മാർവിയൻസ് പിതാവ് പുനരയിക്കപ്പെട്ടതെന്ന് പറയാം, പുനരയിക്കം നടത്തിയത്. മനസ്സിലായോ? അങ്ങനെ തീരുമാനമെടുത്തിട്ട് ഇതിൻ്റെ ചുമതല, അതായത് വെറുതെ കയറാൻ പറ്റില്ല. എന്ത് ചെയ്യണം? റോമിലെ മാർപ്പാപ്പയുമായിട്ട് എഴുത്തുകൾ അയക്കണം. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുത്തുകൾ അയക്കണം. ഈ സഭയെപ്പറ്റി, കത്തോലിക്ക സഭയെപ്പറ്റി പഠിക്കണം. അതിനുവേണ്ടി ആരെ ചുമതലപ്പെടുത്തിയെന്നറിയാമോ? ആരെയാ? ചരിത്രം പഠിച്ചവർക്കറിയാം. ആരെയായിരിക്കും? മാർയോവാനസ് പിതാവിനെ ചുമതലപ്പെടുത്തുന്നത് ഈ ദൗത്യം നടത്താൻ വേണ്ടി. കാരണം എന്തുകൊണ്ടാ? പിതാവിനെ ഉള്ളൂ അന്നൊരു അല്പമെങ്കിലും എഴുത്തും വായനയും അറിയാമല്ലോ. കാരണം അന്ന് പിതാവ് മാർയോവാനസ് പിതാവ് ആകുന്നതിന് മുമ്പ് അച്ഛനായിരുന്ന സമയത്ത് പിതാവിൻ്റെ പേരെന്തായിരുന്നു? PT ഗീവർഗീസ് എന്ന ഈ അച്ഛനെ നാട് വിളിച്ചിരുന്ന ഒരു ഓമനപ്പേരുണ്ട്. എന്തായിരുന്നു? MA അച്ഛൻ. അതായത് അന്നത്തെ കാലത്ത് മലങ്കരയിൽ MA ബിരുദം നേടിയ ഒരൊറ്റ വൈദികനേ ഉള്ളൂ. അത് ഈ PT ഗീവർഗീസ് എന്ന മാർ ഇവാനോസ് മെത്രാപ്പോലീത്തയാ. അപ്പോൾ അത്രമാത്രം അറിവുള്ള, പാണ്ഡിത്യമുള്ള, എഴുതാൻ അറിയുന്ന ഒരാളോട് ഒരു കാര്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന, വിവരവും വിദ്യാഭ്യാസമുള്ള, അങ്ങനെ പറയാം, ഒരല്പം മൂളയുള്ള മനസ്സിലായോ? അങ്ങനെയുള്ള ഒരച്ഛൻ അന്ന് അതേ ഉള്ളൂ, ആ വ്യക്തിയേ ഉള്ളൂ. അതുകൊണ്ട് പിതാവിനെ ഏൽപ്പിച്ചു ഈ ദൗത്യം. മനസ്സിലായോ? അങ്ങനെ പിതാവാണ് റോമുമായിട്ട് എഴുത്തുകുത്തുകളൊക്കെ നടത്തുന്നത്. എഴുത്തുകുത്തുകൾ നടത്തി കത്തോലിക്ക സഭയെ പറ്റി പഠിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്ന സമയത്താണ് എന്ത് സംഭവിച്ചതെന്നറിയാമോ? ഈ വട്ടിപ്പണ കേസിൻ്റെ വിധി ആർക്ക് അനുകൂലമായി വന്നു? ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വന്നു. മനസ്സിലായോ?
വട്ടിപ്പണ കേസിൻ്റെ വിധി ഓർത്തഡോക്സ് അനുകൂലമായിട്ട് വന്നപ്പോൾ ഓർത്തഡോക്സിലെ അന്നത്തെ മെത്രാന്മാർ പറഞ്ഞു എന്തായാലും നമുക്ക് വിധി അനുകൂലമായി, നമ്മൾ ഈ പണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇത് മാറി കത്തോലിക്ക സഭയിലേക്ക് ചേരാമെന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് വിധി അനുകൂലമായി, പണം നമുക്ക് കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് കത്തോലിക്ക സഭയിലേക്ക് ചേരണ്ട, അതങ്ങ് ഉപേക്ഷിക്കാം. പക്ഷെ അങ്ങനെ മറ്റ് പിതാക്കന്മാർ പറഞ്ഞപ്പോഴും മാറിവനസ് പിതാവ് എന്താ പറഞ്ഞേ? ഞാനിത് മാറില്ല. കാരണം എന്താ? ഞാൻ ഈ സത്യത്തെപ്പറ്റി പഠിച്ചു. ഹല്ലേലൂയ. ഞാൻ ഈ സത്യത്തെപ്പറ്റി പഠിച്ചു, അതുകൊണ്ട് ഞാൻ മാറില്ല. അപ്പോൾ അവിടെ പിതാവ് എന്ത് ചെയ്തു? തീരുമാനം എടുത്തു ഇല്ലേ? തീരുമാനം എടുത്തു എന്താ? ഞാൻ ഈ സത്യം ഉപേക്ഷിക്കില്ല. ഈ എടുത്ത തീരുമാനമാണ് എപ്പോൾ പ്രവർത്തിച്ചത്? 1930 സെപ്റ്റംബർ 20. പക്ഷേ ഈ എടുത്ത തീരുമാനത്തിന് മുൻപ് നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഒരു ആഗ്രഹം വരണമല്ലോ. ആ ആഗ്രഹം എപ്പോഴാണ് വന്നതെന്നറിയാമോ? ആ ആഗ്രഹം വന്നത് നമ്മൾ മനസ്സിലായോ? ആദ്യം ആഗ്രഹം വന്നു, ആ ആഗ്രഹം തീരുമാനമായി മാറി, ആ തീരുമാനമാണ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ പ്രവർത്തിച്ചു, അതിനെപ്പറ്റി ചിന്തിച്ചു, തീരുമാനമെടുത്തു, അതും ചിന്തിച്ചു. പക്ഷേ ഇതിന് മുമ്പ് ഒരു ഘട്ടവും കൂടെ ഉണ്ട്. ഏതാ? ആഗ്രഹം. പിതാവിൻ്റെ മനസ്സിലേക്ക് കത്തോലിക്ക സഭയെ പറ്റിയൊരു ആഗ്രഹം വന്നു. അതെപ്പോഴാണെന്നറിയാമോ? അത് പിതാവിൻ്റെ കുഞ്ഞു പ്രായത്തിൽ പിതാവിൻ്റെ പേര്, അതായത് കുഞ്ഞു പ്രായം, ഗീവർഗീസ് എന്നാണ് പേര്. ഗീവർഗീസ്. നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണ് ഗീവർഗീസ്. അച്ഛനായി മാറിയപ്പോൾ PT ഗീവർഗീസിനായി. മെത്രാനായി മാറിയപ്പോൾ മാർ ഇവാനിയോസ് എന്നായി. അപ്പോൾ ഗീവർഗീസ്, ആ കുഞ്ഞു ഗീവർഗീസ്, ഒരിക്കൽ പിതാവിൻ്റെ സഹോദരിക്ക് രോഗം വന്നപ്പോൾ ഈ പിതാവിൻ്റെ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? പിതാവിൻ്റെ അമ്മ ഈ രോഗിയായ തൻ്റെ സഹോദരിയെയും ഈ മകനെയും ഈ പിതാവിനെ കൊച്ചു ഗീവർഗീസിനെയും കൊണ്ട് എങ്ങോട്ട് പോയെന്നറിയാമോ? ഒരു കത്തോലിക്ക സഭയിലേക്കാണ് പോകുന്നത്. ഒരു കത്തോലിക്ക പള്ളിയിൽ പോയിട്ട് ഈ മകൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഈ കുഞ്ഞ് ഗീവർഗീസ് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ, നമ്മളെല്ലാ ഞായറാഴ്ചയും പോകുന്ന നമ്മുടെ പള്ളി ഉണ്ടല്ലോ, യാക്കോബായ പള്ളി, ആ പള്ളി പോയാൽ പോരെ, എന്തിനാ ഇവിടെ വന്നേ? അപ്പോൾ അതിന് ഈ അമ്മ പറയുന്നൊരു മറുപടി ഉണ്ട്. മോനെ, ഇതാണ് യഥാർത്ഥ പള്ളി. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ പള്ളി. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒരു ദേവാലയത്തിൽ ഈ അമ്മ തൻ്റെ രോഗിയായ മകളെ, അതായത് ഈ പിതാവിൻ്റെ സഹോദരിയെയും അന്ന് കൊച്ചു ഗീവർഗീസിനെയും കൊണ്ട് ഈ അമ്മ കടന്നു ചെന്നിട്ട് ഈ കുഞ്ഞു ഗീവർഗീസിൻ്റെ ചോദ്യത്തിന് അമ്മ ഉത്തരം കൊടുക്കുക. മക്കളെ, ശരിയാ, നമ്മൾ ഞായറാഴ്ച നമ്മുടെ പള്ളിയിലാണ് പോകുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാനും കൂദാശ സ്വീകരിക്കാനും നമ്മുടെ യാക്കോബായ പള്ളിയിലാണ് പോകുന്നത്, ശരിയാ, സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം മോനെ നീ ഓർക്കണം, അതല്ല യഥാർത്ഥ പള്ളി, ഇതാണ് യഥാർത്ഥ പള്ളി. കാരണം മറ്റൊന്നുമല്ല, ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തുകൊണ്ടാ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഒരു പള്ളിയെ കണ്ടിട്ട് ഈ അമ്മ പറയുക ഇതാണ് യഥാർത്ഥ പള്ളി എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? കാരണം എന്താ? അമ്മയുടെ ഉള്ളിൽ അറിയാം ഇല്ലേ? ആ അറിവ് എവിടെ നിന്ന് വന്നേ? കത്തോലിക്ക സഭയിൽ ഒരു പള്ളിയെ കണ്ടിട്ട് ഇതാണ് യഥാർത്ഥ പള്ളി എന്ന് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഒരു വെറും അടുക്കളവാസിയായ ഒരു സാധു സ്ത്രീ ഇങ്ങനെ പറയണമെങ്കിൽ ആ സാധു സ്ത്രീക്ക് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? വേറെങ്ങൊന്നുമില്ല. ഞാൻ പറയും, അത് കർത്താവിൻ്റെ കുരിശിന്നാണ് കിട്ടുന്നത്. അറിവ് കിട്ടുന്നത്. എന്തുകൊണ്ടാ? അവന്റെ കുരിശിൽ നിന്ന് സഭ രൂപപ്പെട്ടത്. ഹല്ലേലൂയ. അവന്റെ കുരിശിൽ നിന്ന്. അവൻ കുരിശിൽ കിടക്കുമ്പോൾ അവന്റെ വിലാപ്പുറത്ത് പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ വചനം പറയുന്നുണ്ട്, ആ കുന്തമേറ്റ മുറിവിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയെന്ന വചനം പറയുന്നേ. അങ്ങനെ അവന്റെ മുറിവിൽ നിന്ന് ഒഴുകിയ രക്തത്താലും ജലത്താലും ജന്മം എടുത്തതാണ് ഈ സഭ. അന്ന് ആ സഭയ്ക്കൊരു തലവനുണ്ടായിരുന്നു. ആ തലവനെ നോക്കിക്കൊണ്ട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. അങ്ങനെ ഒരു സഭ വന്നപ്പോൾ ആ സഭയ്ക്ക് ഒരു തലവനുണ്ടായിരുന്നു. ആ തലവനായിരുന്നു പത്രോസ്. ഇന്ന് കാലം മാറി. ഇന്ന് ആ ചരിത്രം പരിശോധിച്ച് വരുമ്പോൾ എൻ്റെ പ്രിയമുള്ള മക്കളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ ഇന്ന് എത്തിയിരിക്കുകയത്. മനസ്സിലായോ? അന്ന് കർത്താവിൻ്റെ മുറിവിൽ നിന്ന് തിരുജലവും തിരുരക്തവും ഒഴുകുമ്പോൾ അന്നൊരു സഭ രൂപപ്പെട്ടു. ആ സഭയ്ക്ക് ഒരു തലവനുണ്ടായിരുന്നു. അത് പത്രോസായിരുന്നു തലവൻ. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ ആ ഒരു
ആ ഒരു സ്ഥാനം ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ എത്തിയിരിക്കുക. മനസ്സിലായോ? അങ്ങനെയുള്ള ആ മുറിവിൽ നിന്ന് രൂപപ്പെട്ട ആ സഭയിലെ ഒരു പള്ളിയിൽ നിന്നുകൊണ്ടൊരമ്മ പറയുക, മക്കളെ ഇതാണ് യഥാർത്ഥ പള്ളി, ഇതാണ് യഥാർത്ഥ പള്ളി. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മളിത് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇത് നമ്മൾ വിശ്വസിക്കണം, നമ്മളിത് മനസ്സിലാക്കണം. ഒരിക്കലും ഇതിനെ ഉപേക്ഷിച്ചുള്ള ഒരു ജീവിതം ഒരിക്കലും നടത്തരുത്, ജീവിക്കരുത്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും എല്ലായിടത്തും കർത്താവിനാണല്ലോ ആരാധിക്കുന്നത്. ശരിയാ ഇല്ലേ? പെന്തക്കോസ്ത് സഭയിലും കർത്താവിനെ ആരാധിക്കുന്നത്, ഓർത്തഡോക്സ് സഭയിലും കർത്താവിനെയാണ്, യാക്കോബ സഭയിലും കർത്താവിനെയാണ്, മർത്തോമ സഭയിലും കർത്താവിനെയാണ്. അതായത് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലെല്ലാം കർത്താവിനെ ആരാധിക്കുന്നത്. കത്തോലിക്ക സഭയിലും അതേ കർത്താവിനെ തന്നെ ആരാധിക്കുന്നത്. ഇല്ലേ? വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. എല്ലാ സഭയിലും ഇല്ലേ? ക്രിസ്തു ഒന്നേ ഉള്ളൂ, പക്ഷേ അനേക സഭകളുണ്ട്. ഇല്ലേ? പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്ന അങ്ങനെയാണ്. ഒരു കർത്താവേ ഉള്ളൂ, ഒരു യേശുവേ ഉള്ളൂ, പക്ഷേ എത്ര സഭകളാണ്. അവിടെ കുറേ സഭ, ഇവിടെ കുറേ സഭ. ഇല്ലേ? ഒരിക്കലും ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു പെന്തക്കോസ്ത് പള്ളിയുടെ പേര് വായിച്ച് മുഴുപ്പിക്കാൻ പറ്റില്ല. അതിനുമ്പേ ഞാൻ പാസ് ചെയ്തു പോയി. അവസാനം തിരിച്ചു വന്ന് വണ്ടി നിർത്തി വായിച്ചപ്പോഴാണ് ലിവിങ് വാട്ടർ മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. അത് ആദ്യം അങ്ങോട്ട് പോയപ്പോൾ വായിച്ച് തീർക്കാൻ പറ്റിയില്ല, അത്രയും വലിയ പേര്. ഇത് തിരിച്ച് വന്ന് ഞാൻ വണ്ടി നിർത്തി മൊത്തം പേര് വായിച്ചത്. മനസ്സിലായോ? അതാ പറയുന്നത്, എത്ര സഭകളാണ്, പക്ഷേ ഈശോ ഒന്നേ ഉള്ളൂ. ഇല്ലേ? പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്നതാണ്. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയാമോ? എൻ്റെ പ്രിയമുള്ള മക്കളെ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സഭകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. എന്തെങ്കിലും സമാധാനം അവിടെയുണ്ടോ? ഓർത്തഡോക്സുകാരന് യാക്കോബക്കാരനെ കണ്ടുകൂടാ, തെരുവിൽ യുദ്ധമാണ് ഇപ്പോഴും. മർത്തോമക്കാരന് പെന്തക്കോസ്തുകാരനെ കണ്ടുകൂടാ. ഇനി പെന്തക്കോസ്തുകാർക്ക് അതിനകത്തുള്ള ആൾക്കാരെ പലരെയും കണ്ടുകൂടാ. ഇത് നിങ്ങൾ എൻ്റെ പ്രിയമുള്ള മക്കളെ, ഇത് തീവ്രവാദം തന്നെയാണ്. ഞാൻ ഈ പറയുന്ന തീവ്രവാദം തന്നെയാണ്. മനസ്സിലായി? പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുക, 3 റീത്തുണ്ടല്ലേ? ലാറ്റിൻ, മലബാർ, മലങ്കര. ഈ 3 റീത്തുകളും തമ്മിൽ എന്തെങ്കിലും അടി തെരുവിൽ നടത്തുന്നുണ്ടോ? ഓരോ സഭയും ഓരോ റീത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. മലങ്കര സഭയ്ക്ക് ഉള്ളിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, മലബാർ സഭയ്ക്ക് ഉള്ളിലുണ്ട്, ലാറ്റിൻ സഭയ്ക്ക് ഉള്ളിലുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ടോ പ്രശ്നങ്ങൾ? 3 റീത്തുകളും തമ്മിൽ മലങ്കരയും മലബാറും റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. മലബാറിൽ ലാറ്റിൻ റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? 3 സഭയിൽ കത്തോലിക്ക സഭയാകുന്ന കൂട്ടായ്മയിൽ 3 സഭയുണ്ടെങ്കിലും ഈ കത്തോലിക്ക സഭ എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? അത് വേറെ എങ്ങൊന്നുമല്ല, അത് കർത്താവിൻ്റെ കുത്തിത്തുളയ്ക്കപ്പെട്ട വിലാവിലെ മുറിവിൽ നിന്ന്. ഹല്ലേലൂയ! വിലാവിലെ മുറിവിൽ നിന്ന്. അതുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ, യോഹന്നാൻ 20 സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈശോ എന്താ ആദ്യം പറയുന്നതെന്ന് അറിയാമോ? ഈശോ അവൻ്റെ മുറിവുകൾ കാണിച്ചു എന്നാണ് പറഞ്ഞില്ലേ? യോഹന്നാൻ 20 19 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യം ചെയ്യുന്നത് എന്താ? അവൻ്റെ മുറിവ് കാണിച്ചു. മുറിവ് കാണിച്ചിട്ട് പറഞ്ഞു എന്താ? നിങ്ങൾക്ക് സമാധാനം. മനസ്സിലായോ? മുറിവിൽ നിന്ന് രൂപപ്പെട്ട സഭയിൽ മാത്രമേ ഉള്ളൂ മക്കളെ ഈ സമാധാനം ഉള്ളത്. മനസ്സിലായി? മുറിവിൽ നിന്ന് രൂപപ്പെട്ട സഭയിൽ മാത്രമേ സമാധാനമുള്ളൂ. അതുകൊണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റു അവന് മുറിവ് കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ മക്കളെ? നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സഭയെ, പരിശുദ്ധ കത്തോലിക്ക സഭയെ നിങ്ങൾ സ്നേഹിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കൈയും കാലൊക്കെ തളർന്നോ? കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. നമുക്കിരിക്കാം. കത്തോലിക്ക സഭയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കത്തോലിക്ക സഭ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നമ്മൾ സാധാരണ പഠിച്ച ചരിത്രം മാറ്റി വെക്കുക, ഏകവും ശ്ലൈഹികവും എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ മാറ്റി വെക്കുക. അത് അങ്ങൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നേ. നിങ്ങൾക്കൊരു ഉത്തരം കാണുമല്ലോ, ഉത്തരവില്ലേ? എന്തിനാ കത്തോലിക്ക സഭ നിൽക്കുന്നേ? നിങ്ങൾ എന്തിനാ കത്തോലിക്കരായിട്ട് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവുണ്ട്. അത് ഇത്രയാണ്. ഹെബ്രായർ 12:2 ഒന്നെടുക്കാമോ?
ഹെബ്രായർ 12:2. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും ഹെബ്രായർ 12:1. ഹെബ്രായർ 12:1 തൊട്ട് മേളത്തെ വാക്യം 1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം ഉള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. കത്തോലിക്ക സഭ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരവ് ഇതാ. ഹെബ്രായർ 12:1 എൻ്റെ ഉത്തരം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. എന്താ ഈ സാക്ഷികളെന്ന് ഉദ്ദേശിക്കുന്നത്? സാക്ഷികളെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ മക്കളെ, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധ കുർബാനയെ പറ്റി സഭാപിതാക്കന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് വൈദികൻ അൾത്താരയിൽ കാപ്പ ധരിക്കുമ്പോൾ തന്നെ കുർബാന ചൊല്ലാനായിട്ട് വൈദികൻ കാപ്പ ധരിക്കുമ്പോൾ തന്നെ ഈ അൾത്താര സ്വർഗമായി തീരുന്നു എന്നാണ് പറയുന്നത്. അൾത്താര സ്വർഗമായി തീരുക. അവിടെ പരിശുദ്ധ തൃത്വമുണ്ട്, പിതാവായ ദൈവമുണ്ട്, പുത്രനായ യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധ തൃത്വത്തിൻ്റെ വലിയൊരു കൂട്ടായ്മ അൾത്താരയിലുണ്ട്. കർത്താവിൻ്റെ മാലാഖമാര്, പരിശുദ്ധ മറിയം, വിശുദ്ധ യൗസേപ്പ് പിതാവ്, എല്ലാ വിശുദ്ധര്, സ്വർഗം മുഴുവൻ, സ്വർഗത്തിലെ എല്ലാ സേനാ വ്യൂഹങ്ങളും മുഴുവൻ അണിനിരക്കുകയാ. സ്വർഗം തന്നെയാ. ചുരുക്കി പറഞ്ഞാൽ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം. അത് കഴിഞ്ഞില്ല. സ്വർഗത്തിലെ മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ, മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവര്, അവരൊക്കെ നമ്മളൊപ്പം ഇരുന്ന് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെല്ലാവരും ഉണ്ട്. നമ്മുടെ ശുശ്രൂഷയിൽ അവരും പങ്കുകൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ കല്ലറയിൽ പോയി നമ്മൾ തിരികെത്തിക്കുന്നത്. കാരണം എന്താ? അവർ ശരീരം കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോയെങ്കിലും അവർ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ സാക്ഷികളുടെ ഒരു സമൂഹം എവിടെയുണ്ട്? നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല പ്രിയമുള്ളവരെ. കത്തോലിക്ക സഭയിൽ നീ നിൽക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട ഒരു കാര്യം, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി വലിയൊരു സമൂഹം നിന്റെ കൂടെ തന്നെയുണ്ട്. മനസ്സിലായോ? കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതാണ് എൻ്റെ ഒരു ഉത്തരവ്. ഇതാ കത്തോലിക്ക സഭ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഇതാണ് എൻ്റെ ഉത്തരം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം, ഒരിക്കലും എന്ത് ചെയ്യണം? ഈ ഒരു സഭയെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, സഭയെ വെറുക്കരുത്. ഭൗതികമായ ഒരു നന്മയെ ഒരു പക്ഷേ കിട്ടിയെന്ന് വരത്തില്ല. മനസ്സിലായോ? ഭൗതികമായ ഒരു നന്മയും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ആത്മീയമായ അനേക നന്മകൾ ഈ സഭയിൽ ഉണ്ട്. ഈ സഭയിലുണ്ട്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മാർ ഇവാനിയോസ് പിതാവ് എന്ത് ചെയ്യുന്നത്? കത്തോലിക്ക സഭയിലേക്ക് വന്നത്. മാർ ഇവാനിയോസ് പിതാവ് കത്തോലിക്കയിലേക്ക് വരാനുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലായത്, ദൈവത്തിൻ്റെ വാഗ്ദാനം കാത്തിരുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ വാഗ്ദാനം കാത്തിരുന്നത് കൊണ്ടാണ് പിതാവ് എന്ത് ചെയ്തത്? അനേക പ്രതിസന്ധികൾ വന്നിട്ട് പോലും കത്തോലിക്ക സഭയിലേക്ക് വന്നത്. അതാണല്ലോ ഞാൻ തുടക്കം പറഞ്ഞത്. വട്ടിപ്പണ കേസും കോടതി വ്യവഹാരങ്ങളും സമാധാനമില്ലാത്ത അന്തരീക്ഷവും ആരാധന ജീവിതവും ഉണ്ടായിരുന്ന സമയത്ത് ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക ബാവായും മറ്റു മെത്രാന്മാരും എടുത്ത തീരുമാനമായത്, നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം? കത്തോലിക്ക സഭയിലേക്ക് മാറണം. അതിന് മാർ ഇവാനിയോസ് പിതാവിനെ അത് ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ വട്ടിപ്പണ കേസ് ഇവർക്ക് അനുകൂലമായപ്പോൾ, അത് വട്ടിപ്പണം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് വട്ടിപ്പണം എന്ന് പറഞ്ഞാൽ, അതായത് ബാങ്കിൽ ഒരു വലിയൊരു തുക നിക്ഷേപിച്ചിട്ടുണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് ബാങ്കിൽ ഒരു വലിയ തുക. ഈ തുകയ്ക്ക് യാക്കോബ സഭയും യോഗ്യരാണ്, ഓർത്തഡോക്സ് സഭയും യോഗ്യരാണ്. രണ്ടു പേർക്കും. ഇതിൻ്റെ അടിയാണ് ഇപ്പോഴും നടക്കുന്നത് അവിടെ. മനസ്സിലായി? ഇതിൻ്റെ അടിയാണ് ഇപ്പോഴും നടക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ഈ വട്ടിപ്പണ കേസ് അത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാകുമ്പോൾ ഈ പൈസ അവർക്ക് വേണ്ടിയാണ്, അവർക്ക് കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവരെല്ലാവരും എടുത്ത തീരുമാനം മറന്നു. ഇനി എന്തിനാണ് നമ്മൾ പോകുന്നത്? നമുക്ക് വിധി അനുകൂലമായാലോ, നമുക്ക് ആ പണം കിട്ടുമല്ലോ, നമുക്ക് പോകണ്ട. പക്ഷേ അപ്പോഴാണ് മാർ ഇവാനിയോസ് പിതാവ് പറഞ്ഞത്, നിങ്ങൾ പോകുന്നില്ലായിരിക്കാം, പക്ഷെ ഞാൻ പോകും. കാരണം എന്താ? ഇത് ഞാൻ ഈ സത്യസഭയെ പറ്റി പഠിച്ചതാണ്, ഞാൻ പഠിച്ച സത്യമാ, എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞാൻ പോകും. പിതാവ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനം പിതാവ് കാത്തിരുന്നു കൊണ്ടാണ്. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. അബ്രഹാമിന് ഉൽപ്പത്തി 12, 1, 2, 3 വാക്യങ്ങൾ കിടപ്പുണ്ട്. ഉൽപ്പത്തി 12, 1, 2, 3 അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുന്നു. ഇങ്ങനെയാണ്: കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. മാർ ഇവാനിയോസ് പിതാവ് ഇത് എന്നല്ലേ ചെയ്തത് പ്രിയമുള്ളവരെ?
പിതാവ് ആയിരുന്ന സഭയെയും സഭയിലെ കൂട്ടായ്മയെയും പിതാവ് ഉപേക്ഷിച്ചിട്ടല്ലേ കർത്താവ് കാണിച്ചു തന്ന മറ്റൊരു ദേശത്തേക്ക് പിതാവ് പോവുകയാണ്. എല്ലാം കളഞ്ഞിട്ട്, കയ്യിലൊന്നുമില്ല, എല്ലാം കളഞ്ഞു. മുണ്ടൻമലയിൽ ഏതാണ്ട് ഉണ്ടായിരുന്ന 400ഓളം ഏക്കർ പിതാവിനൊന്നുണ്ടായിരുന്നു. 400 ഏക്കറോളം ഭൂമിയും അതിൻ്റെ എല്ലാ ചുറ്റുപാടുകളും എല്ലാം ഉണ്ടായിരുന്നത് പിതാവ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനം, അബ്രഹാത്തിന് കൊടുത്ത ദൈവത്തിൻ്റെ വാഗ്ദാനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പിതാവ് ഇറങ്ങുക, ഒന്നുമില്ലാത്തവനെ പോലെ അങ്ങനെ ഇറങ്ങുക. എന്തുകൊണ്ടാണ്? കാരണം പിതാവിന് മുമ്പിൽ ഒരൊറ്റ ചിന്തയുള്ളൂ, ദൈവം വാഗ്ദാനം തന്നെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റാൻ ആർക്കറിയാം? ഈ ദൈവത്തിനറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പല വീടുകളിലും നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്ന ഒരു വരിയുണ്ട്. എന്താ? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവം തമ്പുരാൻ. ഇല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കും അങ്ങനെ? എൻ്റെ അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവമേ. അതാണല്ലോ ഈശോ പറയുന്നത്, ആകാശവും ഭൂമിയും, കർത്താവ് പറയുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ എൻ്റെ വചനം മാറില്ല. നിന്നെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് നിന്നോട് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ, നിന്നെ അനുഗ്രഹിച്ചിരിക്കും, യാതൊരു സംശയമില്ല. നിനക്ക് തമ്പുരാൻ സൗഖ്യം തരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നിനക്ക് തരും, ലഭിക്കും. അത് ഇവിടെ അബ്രഹാത്തിന് കർത്താവ് കൊടുക്കുക. എന്താ? ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോവുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. മാർവീസ് പിതാവ് ഇതേ ദൗത്യമല്ലേ ചെയ്തത്? പിതാവ് ഈ വാഗ്ദാനം സ്വീകരിച്ചു. അബ്രഹാത്തിനോട് ദൈവം പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. മാർവീസ് പിതാവ് സ്വർഗം കാണിച്ചു തന്ന ഒരു സഭയിലേക്ക് ഒന്നുമില്ലാത്തവനെ പോലെ കയ്യിൽ ശൂന്യമായ കരങ്ങളായിട്ട് ഇട്ടിരുന്ന കാഷായ വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് പിതാവ് എന്ത് ചെയ്യുക? സ്വർഗം കാണിച്ചു തന്ന ഒരു സഭയിലേക്ക് കയറുക, പ്രവേശിക്കുക. എന്നിട്ടോ അബ്രഹാത്തിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ വാഗ്ദാനം പിതാവ് ധ്യാനിച്ചതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ള മക്കളെ ഇന്ന് വലിയൊരു ജനതയായിട്ട് ഈ സഭ മാറിയത്. 5 പേരിൽ നിന്ന് ആരംഭിച്ചതായത് ഇന്ന് 5 ലക്ഷം വരെ എത്തിയിരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ നമ്മൾ MC റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ കാണാം സഭയുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന്. ഇല്ലേ? എത്രയോ വലിയൊരു ജനസമൂഹം പദയാത്ര മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഇല്ലേ, കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട്, വള്ളിക്കുരിശും ഏന്തിക്കൊണ്ട്, പിതാവിൻ്റെ ചിത്രങ്ങൾ കയ്യിൽ ഏന്തിക്കൊണ്ട് പട്ടം കബറിടത്തിലേക്ക് ഒരു വലിയൊരു ജനസമൂഹം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഈ മഴയും വെയിലും ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. മഴയും വെയിലും ഒന്നും പ്രശ്നമല്ല അവർക്ക്. അവർ നടക്കുകയാണ്. ഇല്ലേ? എന്താ കാരണം? ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറിയതാ. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറിയതാ. എൻ്റെ പ്രിയമുള്ള മക്കളെ, ഈ മാർവീസ് പിതാവ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്താണെന്നറിയാമോ? മക്കളെ, നിൻ്റെ മേലും ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ട്. നിൻ്റെ മേലും ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ട്. ഇത് നീ മറക്കരുത്. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. എൻ്റെ വിജയം നൽകുന്ന വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്താം, ഭയപ്പെടേണ്ട, ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ രക്ഷിക്കും. ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദാനമാ. ഈ വാഗ്ദാനം ദൈവം നിനക്ക് വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ മക്കളെ, ഈ വാഗ്ദാനം നീ വിശ്വസിച്ച് മുമ്പോട്ട് ദൈവത്തെ ചേർന്ന് ദൈവത്തെ വിശ്വസിച്ച് നീ ജീവിച്ചാൽ ഉറപ്പായിട്ടും ഈ വാഗ്ദാനം ദൈവം നിന്നിൽ നിവർത്തിക്കും. ഹല്ലേലൂയ! ദൈവം നിന്നിൽ നിവർത്തിക്കും. മക്കബായർ പുസ്തകത്തിലെ മക്കബായർ തന്റെ മകനോട് പറയുന്നൊരു വചനമുണ്ട്, മകനെ, നാം ദരിദ്രരെ തീർന്നതിൽ നീ വിഷമിക്കരുത്. നമ്മൾ പാവങ്ങളാ, 5 പൈസ കയ്യിലില്ല, നീ വിഷമിക്കരുത്. നീ ദൈവത്തിൽ വിശ്വസിക്ക്, പാപം ചെയ്യാതെ ജീവിക്ക്, ദൈവം നിന്നെ സമ്പന്നനാക്കിക്കൊള്ളും. ദൈവത്തിന്റെ വാഗ്ദാനമായി ഇതൊക്കെ. പിതാവ് നമ്മളോട് പഠിപ്പിച്ചു തരുന്ന ഒരു ചിന്ത എന്താണെന്നറിയാമോ? ഈ വാഗ്ദാനം പിതാവ് വിശ്വസിച്ചു, പിതാവ് ധ്യാനിച്ചു, പിതാവ് ഇറങ്ങി നടന്നു. ഇന്ന് 5 പേരിൽ നിന്ന് 5 ലക്ഷം വരെ ഈ സഭ എത്തി നിൽക്കുന്നത്, വലിയൊരു ജനതയായി ഈ സഭ മാറിയത് ഈ പിതാവ്, ഈ ഒരു കൊച്ചു പിതാവ് ഈ വാഗ്ദാനം അനുസരിച്ചതുകൊണ്ടാണ്. ഈ വിശുദ്ധനായ പിതാവ് നമുക്കുണ്ട് ഈ വാഗ്ദാനങ്ങൾ, ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, ഇതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സ്ലീഹന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനം എന്താ? നിങ്ങളിപ്പോൾ മീൻ പിടിക്കുന്നവരാ, പക്ഷെ നാളെ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അതെന്നാ സംഭവിച്ചത്? യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അത് സംഭവിക്കുന്നത്. ഇല്ലേ? അതുവരെ കാത്തിരുന്നു. അബ്രഹാമിന് ഈ വാഗ്ദാനം കിട്ടുന്നുണ്ട്. ഇല്ലേ? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. പക്ഷെ അബ്രഹാമിന് മക്കളുണ്ടായിരുന്നോ? ഇല്ല. അബ്രഹാമിൻ്റെ ഭാര്യ സാറ വന്ധ്യയായിരുന്നു. അബ്രഹാമിനൊരു മോനുണ്ടാകുന്ന എപ്പോഴാണ്? ഇസഹാക്ക് 100ാമത്തെ വയസ്സിലാണ്. ഇല്ലേ? 100ാമത്തെ വയസ്സിൽ ഒരു മോനുണ്ടാകുന്നു.
പക്ഷേ വലിയ ജനതയായോ? ഇല്ല, വലിയ ജനതയായില്ല. ഒറ്റ മോനേ ഉള്ളൂ, പക്ഷേ ജനതയായില്ല. പക്ഷേ ജനതയായത് എപ്പോഴാണ്? ഇന്ന് ആ തലമുറ ഇല്ലേ, ആ ഒരു ചരിത്രം പഠിച്ചു വരുമ്പോൾ കാണാം, അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് വലിയ ജനതയിലെത്തിക്കുക. അതാ പറയുന്നത് ഈ സഭയിലുണ്ടായ നന്മ. അതുകൊണ്ടാണല്ലോ ഈ സഭ, ഈ വലിയ ജനതയായ ഈ സഭയെ നോക്കിക്കൊണ്ട് ഒരു വിശുദ്ധനായ ഒരു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുവനന്തപുരം പട്ടം കത്തീഡ്രൽ ദേവാലയത്തിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതിവേഗം വളരുന്ന സഭ. അതിവേഗം വളരുന്ന സഭ എന്നാണ് പറഞ്ഞേ, ഇല്ലേ? അതായത് വളരുന്ന പറഞ്ഞാൽ വളർന്നുകൊണ്ടേയിരിക്കുക. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ഒരു പിതാവ് വിശ്വസിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സംഭവിച്ചത്. ഇനി ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ പിതാവ് വിശ്വസിച്ചുകൊണ്ട് മാത്രം ഇത് സംഭവിക്കുമോ? ഇല്ല, വിശ്വസിച്ചുകൊണ്ട് മാത്രമേ സംഭവിക്കത്തില്ല. എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. എങ്ങനെ പരിശ്രമിക്കണം? പ്രഭാഷകൻ 2:1 അതിലുണ്ട്, ഒന്ന് എടുക്കാമോ? പ്രഭാഷകൻ 2:1. എത്ര മണിയായി? അടുത്തോ? പ്രഭാഷകൻ 2:1 നല്ലൊരു വചനമാണ്. സെമിനാരിയിലും മഠങ്ങളിലുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വചനമാണ്. പിന്നീട് അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഈശോയെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റിയ വചനമാണ്. നല്ലവരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വചനമാണ്. പ്രഭാഷകൻ 2:1 കിട്ടിയോ? ഞാൻ വായിക്കണോ? എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക. നല്ല സൂപ്പർ വചനമല്ലേ? എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ എന്തിനെ നേരിടണം? പ്രലോഭനം ഉണ്ടാകും, അതിനെ നേരിടണം. ഈ പിതാവിൻ്റെ ജീവിതത്തിൽ അതല്ലേ സംഭവിച്ചത്? പിതാവ് കത്തോലിക്ക സഭയിലേക്ക് ചേരാൻ ആഗ്രഹിച്ചു, കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു. അപ്പോൾ എന്ത് ചെയ്തു? അനേക പ്രതിസന്ധികളും പ്രലോഭനങ്ങളും 4 ദിക്കിൽ നിന്നും വന്നു എന്നാണ് പറയുന്നത്. 4 ദിക്കുകളിൽ നിന്നും. ഒരു സമയത്ത് കാശിൻ്റെ മുകളിൽ ജീവിച്ച ഒരു പിതാവ് എന്ന് പറയാം. കാശിൻ്റെ മുകളിൽ, പണത്തിൻ്റെ മുകളിൽ ജീവിച്ച പിതാവ്, ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കും. പണത്തിൻ്റെ മുകളിൽ ഒരു സമയത്ത് ജീവിച്ച പിതാവാണ്. അതായത് അന്നത്തെ കാലത്ത്, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം, അന്നത്തെ കാലത്ത് പിതാവ് സെറാംപൂർ, കൽക്കട്ടയിലെ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായി അധ്യാപകനായി പിതാവ് ജോലി ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, അന്ന് പിതാവിൻ്റെ ശമ്പളം എത്ര എന്നറിയാമോ? എത്ര രൂപ ഉണ്ടായിരുന്നു പിതാവിൻ്റെ ശമ്പളം അന്നത്തെ കാലത്ത്? ഇന്നല്ല, 1000 രൂപ ഒരു മാസം ഉണ്ടായിരുന്നു. 1000 രൂപ. അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 1000 രൂപ ഒരു വ്യക്തി കിട്ടണമെങ്കിൽ അന്ന് 1000 രൂപയ്ക്ക് ഇന്നത്തെ മൂല്യം എത്ര ഉണ്ട്? ഒരച്ഛൻ പറയുന്ന കേട്ട് ഇന്നത്തെ 10 ലക്ഷത്തിന് മൂല്യം ഉണ്ടായിരുന്നു അന്ന് ഒരു 1000 രൂപയ്ക്ക്. അന്ന് 1000 രൂപ പിതാവിന് മാസശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അന്ന് പിതാവിന് 1000 രൂപ കിട്ടുമ്പോൾ അന്നത്തെ കാതോലിക്ക ബാവ പിതാവിനോട് പറയുന്നുള്ളൂ, പിതാവിൻ്റെ ചരിത്ര പുസ്തകത്തിലുണ്ട്, പിതാവ് പറയുക, അതായത് അന്ന് കാതോലിക്ക ബാബ എന്നോട് പറഞ്ഞു, വട്ടിപ്പണത്തിൽ ഉള്ളതിനേക്കാളും ഉണ്ടല്ലോ പിതാവേ നിനക്ക് കിട്ടുന്നത്. മനസ്സിലായോ? വട്ടിപ്പണത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ എന്ന്. അത്ര 1000 രൂപ അന്നൊരു കാലത്ത് പിതാവ് ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ബദനി മുണ്ടമ്മല, റാന്നി മുണ്ടമ്മലയിൽ ഏതാണ്ട് 400ഓളം ഏക്കർ സുഭിക്ഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ പിതാവ് ഇറങ്ങിയത്, ഒന്നുമില്ലാത്തവനെ പോലെ. അതിൻ്റെ ഒരു പ്രലോഭനം ഒരു വശത്തുണ്ട്, ഒരു വശത്ത് അതിൻ്റെ പ്രലോഭനം. മനസ്സിലായോ? ഉണ്ടായിരുന്ന സമ്പത്തും സൗകര്യം എല്ലാം കളഞ്ഞിട്ട് പിച്ചച്ചട്ടിയും എടുത്തുകൊണ്ട്, മൺചട്ടിയും എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഷായ വസ്ത്രം ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പിച്ചതുണ്ടെന്ന ഒരു കാലത്തിലും പിതാവിന് ആ പ്രലോഭനം വന്നപ്പോഴും എന്ത് ചെയ്തു? പിതാവ് പഴയ വഴിയിലേക്ക് പോയില്ല പിതാവ്. കാരണം എന്താ? പിതാവ് ഒരിക്കലും അറിഞ്ഞ ഒരു സത്യമുണ്ട്, ആ സത്യത്തെ കളയാൻ പിതാവിന് മനസ്സില്ലായിരുന്നു. ഹല്ലേലൂയ! പിതാവിന് മനസ്സിലായിരുന്നു. ഇനി പ്രതിസന്ധികൾ എന്തൊക്കെയാ? പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ പിതാവ് കത്തോലിക്ക സഭയിലേക്ക് മാറിയ സമയത്ത് പലയിടങ്ങളിൽ നിന്ന് പിതാവിന് എതിർപ്പുകൾ വന്നു. എതിർപ്പുകൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായി പിതാവിന്. അന്ന് പിതാവ് റാന്നി മുണ്ടമ്മലയിൽ നിന്ന് ഇറങ്ങി പിതാവ് മറ്റൊരു ആശ്രമം സ്ഥാപിച്ച് അവിടെ താമസിക്കുന്ന സമയത്ത് പിതാവും ആശ്രമത്തിൽ അന്തേവാസികളുമായിട്ട് താമസിക്കുന്ന സമയത്ത് അന്ന് ഓർത്തഡോക്സ് സഭയിൽ നിന്നൊക്കെ അനേക വ്യക്തികൾ, നല്ലവരായ കുറേ മനുഷ്യർ എന്ത് ചെയ്യും? പിതാവിനെ സഹായിക്കും. ചോറ് വെക്കാനുള്ള അരി കൊടുക്കും, മറ്റ് ഭക്ഷണസാധനങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ള ഭക്ഷണസാധനങ്ങൾ കൊടുക്കും, ആവശ്യമായ പണം കൊടുക്കും. അങ്ങനെയൊക്കെ പിതാവിനെയും ആശ്രമത്തെയും സഹായിച്ചിരുന്ന സമയത്താണ് അന്നത്തെ കാതോലിക്ക ബാവയായിരുന്ന പിതാവ് എന്ത് ചെയ്തു? ഒരു കൽപ്പന പുറപ്പെടുവിച്ചു.
കത്തോലിക്ക സഭയിലേക്ക് പോയ മാറിവാനൂസ് തിരുമേനിക്ക് നമ്മുടെ സഭയിൽ നിന്ന് ആരും ഒരു സഹായവും ചെയ്യാൻ പാടില്ല. പിതാവ് കൽപ്പന പുറപ്പെടുവിച്ചു. പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചേ പറ്റൂ. അങ്ങനെ ആ ഒരു സഹായം നിന്നു. നിന്ന സമയത്ത് പിതാവ് തൻ്റെ ജീവചരിത്രത്തിൽ, അതായത് ഇഞ്ചക്കിലോട് അച്ഛൻ എഴുതിയ പുസ്തകത്തിൽ പിതാവ് പറയുന്നുണ്ട്. പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കൽ രാത്രിയിൽ പിതാവ് തൻ്റെ ആശ്രമത്തിലെ മറ്റ് അന്തേവാസികളെ വിളിച്ചിട്ട് പിതാവ് പറയുന്നുണ്ട്, മക്കളെ, നാളത്തേക്ക് നമ്മുടെ കയ്യിലൊന്നുമില്ല, ഭക്ഷണമില്ല, വാങ്ങിക്കാൻ പൈസയില്ല, ഞാൻ പട്ടിണി കിടക്കും, എൻ്റെ കൂടെ പട്ടിണി കിടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എൻ്റെ കൂടെ പട്ടിണി കിടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ആശ്രമത്തിലെ അച്ഛന്മാർ പിതാവിനോട് പറയുന്നുണ്ട്, പിതാവേ, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, കുഴപ്പമില്ല, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, പക്ഷേ മഠത്തിൽ കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് ഞങ്ങളെപ്പോലെ പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പുറത്തു പോയി സാധനം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അവർ മഠത്തിനകത്തല്ല ജീവിക്കുന്നത്, പിതാവ് പറ്റുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാമോ സിസ്റ്റേഴ്സിന്? അങ്ങനെ പിതാവ് എന്ത് ചെയ്യുന്നു? പിതാവ് നേരെ സിസ്റ്റേഴ്സിനെ കാണാൻ പോയിട്ട് ഇതേ കാര്യം സിസ്റ്റേഴ്സിന് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നമ്മുടെ കയ്യിലൊന്നുമില്ല, നമ്മളെ സഹായിക്കാമെന്ന് ഏറ്റവര്, നമ്മളെ സഹായിക്കുന്നവർ, അവരുടെ മേൽ ഓർത്തഡോക്സ് സഭയിലെ പിതാവിൻ്റെ വിലക്ക് കാരണം ആരും നമ്മളെ സഹായിക്കുന്നില്ല. മക്കളെ, നാളെ പട്ടിണിയാ, ഞാൻ പട്ടിണി ഇരുന്നോളാം, ഞാൻ സഹിച്ചോളാം, എൻ്റെ കൂടെ സഹിക്കാൻ കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മഠത്തിലെ സിസ്റ്റേഴ്സ് തിരിച്ചു പറയുന്നത് എന്താ അറിയോ? പിതാവേ, ഞങ്ങൾ ഇരുന്നോളാം പട്ടിണി, പിതാവിൻ്റെ കൂടെ ഞങ്ങൾ ഇരുന്നോളാം. പക്ഷേ പിതാവിൻ്റെ ആശ്രമത്തിൽ കുറേ അച്ഛന്മാരുണ്ട്, അവർ പുറത്ത് ശുശ്രൂഷ ചെയ്യുന്നവരാ, അവർ ഓടി ഈ ദേവാലയത്തിന് പുറത്തുമൊക്കെ പോയി വചനം പറയുന്നവരാ, ശുശ്രൂഷ ചെയ്യുന്നവരാ, അവർക്ക് ആരോഗ്യം വേണം. അവർ തളർന്നു പോയാൽ വചനം നീങ്ങില്ല, അതായത് വചനം വളരില്ല. അവർ പുറത്തുപോയി ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരാ, അവർ തളർന്ന് വീണ് കഴിഞ്ഞാൽ വചനം വളരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പിതാവ് പറ്റുമെങ്കിൽ അച്ഛന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാമോ പിതാവിന് കിട്ടുന്നത്? ആ സിസ്റ്റേഴ്സ് പറഞ്ഞ ഇങ്ങനെയാ. അങ്ങനെ ദൈവഹിതത്തിന് മുൻപിൽ ഇവരെല്ലാവരും നിൽക്കുമ്പോൾ നേരം വെളുത്തപ്പോൾ ഉണ്ടല്ലോ, പിതാവ് പറയുക, നേരം വെളുത്തപ്പോൾ ഒരു ധനവാനായ ഒരു മനുഷ്യൻ വന്നിട്ട് പിതാവിൻ്റെ കതകി മുട്ടിയെന്നാണ് പറഞ്ഞേ. പിതാവിൻ്റെ കതകി മുട്ടിയിട്ട് പറഞ്ഞു, പിതാവേ, ഞാൻ അറിഞ്ഞു ഈ കാര്യങ്ങൾ, പിതാവിനെ വിലക്ക് ഇതൊക്കെ അറിഞ്ഞു, പേടിക്കണ്ട കേട്ടോ, പിതാവിന് ആവശ്യമുള്ള പിടിയരി ഞാൻ എൻ്റെ കാളവണ്ടിയിൽ കൊണ്ടുവരാം, പിതാവിന് വേണ്ട സമ്പത്ത് ഞാൻ കൊണ്ടുവരാം. പ്രിയമുള്ള മക്കളെ, അന്നൊരു രാത്രിയിൽ പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഞാൻ ചാപ്പിൽ പോയിട്ട് കർത്താവിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞേ. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് വഴി തുറന്നു തന്നു. ഹല്ലേലൂയ, കർത്താവ് വഴി തുറന്നു തന്നു. അതാ പറയുന്നത് മക്കളെ, തമ്പുരാൻ്റെ വാഗ്ദാനമായത്. നിന്നെ രക്ഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നിന്നെ രക്ഷിച്ചിരിക്കും. ഒരിക്കലും എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം ഞാൻ പറയാം. ഒരിക്കൽ എനിക്ക് നമ്മുടെ ജോമോനച്ഛൻ നിൽക്കുന്ന പൂണത്തലച്ഛൻ ഉള്ള ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കുറേ കുർബാന നിയോഗം കിട്ടി. കുർബാന നിയോഗം പ്ലസ് ശേഷം കുർബാന നിയോഗമെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 20,000 രൂപ അന്നുണ്ട്. 20,000 രൂപയും അതിനുള്ള കുർബാനകളും ഉണ്ട്. ഏകദേശം 100ഓളം കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കിട്ടി. അപ്പം ഞാനങ്ങനെ അത് ചൊല്ലാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേപോലെ തന്നെ വേറൊരാൾ എനിക്ക് വീണ്ടും ഒരു 100 കുർബാനയും കൂടെ തന്നു. ഒരാൾ, അച്ഛാ എനിക്ക് വേണ്ടി ഒരു 100 കുർബാന ചൊല്ലാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അമേരിക്കയിലുള്ള ഒരാൾ എനിക്ക് തന്നു. അപ്പോൾ ഞാനതും വാങ്ങിച്ചു. അപ്പം ഏകദേശം 200 കുർബാന. ഇത്രയും കുർബാന ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ അനുവാദമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കുർബാന ഞാൻ ഒരാൾക്ക് കൊടുക്കാം, ഏതെങ്കിലും അച്ഛന്മാർ. കാരണം ഈ വടക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ അച്ഛന്മാരുണ്ട്, കുർബാനയിൽ നിയോഗം കിട്ടാത്ത അച്ഛന്മാർ ഉണ്ട്. അവർ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ല. അപ്പം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പിന്നെ വിചാരിച്ചത്. അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ബാച്ചിലെ അച്ഛന്മാരോട് ചോദിച്ചാൽ, അച്ഛന്മാരെ എനിക്കൊരു 100 കുർബാനയുണ്ട്, 20,000 രൂപയുണ്ട്, നിങ്ങൾക്ക് വേണം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് കുർബാന ഇഷ്ടം പോലെ ഉണ്ട് അച്ഛാ, ഈ വേറെ ആർക്കും കൊടുക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങനെ അവസാനം വിളിച്ച് അങ്ങനെ ബോസ്കോ ചാലറക്കൽ എന്ന് പറയുന്നൊരു അച്ഛനെ വിളിച്ചു. നിങ്ങൾക്ക് അറിയാമായിരിക്കും അച്ഛനെ, ബോസ്കോ ചാലറക്കൽ അച്ഛനെ. നമ്മുടെ തിരുവനന്തപുരം രൂപതയിൽ ഒരു സമയത്ത് ശുശ്രൂഷ ചെയ്തതിന് അച്ഛൻ, ഇപ്പം അച്ഛൻ പാറശാലയിലുണ്ട്. ഒരു കൊച്ചച്ഛനാണ്. അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ഇപ്പം പറഞ്ഞു, എടാ അൽഫോൺസേ, എനിക്ക് കുർബാന വേണ്ട, ഒരു കാര്യം ചെയ്യ്, എന്നെ കുറച്ച് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ജസ്റ്റിൻ എന്ന് പറയുന്നൊരു അച്ഛൻ വിളിച്ചു. ജസ്റ്റിൻ, ആ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ബാച്ചാണ് ഈ ബോസ്കോ അച്ഛൻ. ജസ്റ്റിൻ അച്ഛൻ ബോസ്കോ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ബോസ്കോ അച്ഛൻ, അതായത് ഈ ജസ്റ്റിൻ അച്ഛൻ എന്ത് ചെയ്തു? ജസ്റ്റിൻ അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കുഞ്ഞുങ്ങളെ, ഈ തെരുവിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളെ അച്ഛൻ്റെ ചിലവിൽ പഠിപ്പിക്കുന്നുണ്ട്, താമസിപ്പിച്ച്. ഒരു സമയത്ത് അച്ഛന് പണത്തിന് ബുദ്ധിമുട്ട്, അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല, എല്ലാ അടുക്കളയിലെ സ്റ്റോക്കൊക്കെ തീർന്നു, വരുമാനമൊന്നുമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? അച്ഛൻ എന്ത് ചെയ്തു? ഈ ബാച്ചിലെ അച്ഛന്മാരെയൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും പൈസ കുറച്ച് തരാമോ, എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനാണ് ഇങ്ങനെ ആ അച്ഛൻ വിളിച്ച്. അങ്ങനെ ബോസ്കോ അച്ഛനെയും വിളിച്ചു. ബോസ്കോ അച്ഛനെയും വിളിച്ച് അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല ജസ്റ്റിനെ നമ്മൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ വിളിക്കുന്നത്.
ഞാൻ വിളിച്ചിട്ട് അപ്പോൾ ബോസ് അച്ഛൻ പറയടാ ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, ഞാൻ നമ്പർ അയച്ചു തരാൻ, നീ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛാ തന്നേക്കച്ഛാ ഞാൻ ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്ക് നാളെ കൊടുക്കാൻ ഒന്നുമില്ല. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. നോക്കിക്കോണേ, ദൈവം നടത്തിയ വഴി കണ്ടോ. ആ ഒരച്ഛന് നാളെ നേരം വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ഒരു തരിയും ഭക്ഷണമില്ല. അപ്പോഴാണ് അച്ഛൻ്റെ ബാച്ചരെ വിളിക്കുന്നു. അവർക്ക് സഹായിക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് സഹായിക്കാമെന്ന് പറഞ്ഞാൽ എങ്കിലും വഴി നോക്കണം. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. ഇത്രയും കുർബാനയുണ്ട്, ഇത്രയും പണമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു അൽഫോൺസ് അച്ഛൻ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു. ഈ പണം ഞാൻ ഗൂഗിൾ പേ ആയിട്ട് അയച്ചു കൊടുത്തു. നിയോഗങ്ങളെല്ലാം ഞാൻ വാട്സപ്പ് വഴി അയച്ചു കൊടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നടത്തിയ വഴിയുണ്ടോ? പലപ്പോഴും ഈ കോവിഡിൻ്റെ സമയത്തും ഒക്കെ ചിലർ പറഞ്ഞല്ലോ കോവിഡ് വന്നു ദൈവം എവിടെ, അല്ലേ? വെള്ളപ്പൊക്കം വന്നപ്പോൾ ചിലർ പറഞ്ഞു വെള്ളപ്പൊക്കം വന്നു ദൈവം എവിടെ? ഈ പറയുന്നവരുടെ ചിന്ത എന്നറിയാമോ? അതായത് കോവിഡ് വന്നു, ദൈവം ഉടനെ ഒരു സ്റ്റെതസ്കോപ്പൊക്കെ ഇങ്ങോട്ട് വെച്ച് ഒരു വെള്ള ജാക്കറ്റൊക്കെ ഇങ്ങോട്ടിട്ട് വന്നിട്ട് ദൈവം നേരിട്ടൊന്ന് ചികിത്സിക്കുമെന്ന്. അങ്ങനെയല്ല. ദൈവം ചില വ്യക്തികളെ ഒരുക്കും. മനസ്സിലായോ? ദൈവം ചില വ്യക്തികളെ ഒരുക്കും അതിനുവേണ്ടി. മാറിമേസ് പിതാവിൻ്റെ ജീവിതത്തിൽ അതാണ് കാണിച്ചത്. പിതാവ് രാത്രി പ്രാർത്ഥിച്ച് കർത്താവേ എൻ്റെ ആശ്രമത്തിലെ അച്ഛന്മാർക്കും എൻ്റെ മഠത്തിലെ സിസ്റ്റേഴ്സിനും ഒന്നുമില്ല കൊടുക്കാൻ, ഞാൻ പട്ടിണി കിടന്നോളാം, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണിയാക്കല്ലേ. ഈ പിതാവിനെ നേരിട്ട് കണ്ടവരൊക്കെ പറയും, പിതാവിനെ നേരിട്ട് കണ്ട പിതാവിൻ്റെ കൂടെ താമസിച്ച അന്ന് സെമിനാരിയിൽ പിതാവിൻ്റെ കൂടെ സെമിനാരി താമസിച്ച ഒരു അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്ന് അദ്ദേഹം ഷമ്മാച്ചനായിരുന്നു, അച്ഛനായി റമ്പാച്ചനായി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സെമിനാരിയിൽ ഞങ്ങളെയൊക്കെ. അപ്പോൾ അന്ന് റമ്പാച്ചൻ പറഞ്ഞ രാത്രിയിലൊക്കെ ആകുമ്പം പിതാവിൻ്റെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും ചാപ്പലിൽ പിതാവിൻ്റെ നിലവിളിച്ചുള്ള പ്രാർത്ഥന കേൾക്കാമെന്ന് പറഞ്ഞു. നിലവിളിച്ചുള്ള പ്രാർത്ഥന, നെഞ്ചത്തടിച്ചുകൊണ്ട്, നെഞ്ചും കൂട് തകർക്കുന്ന രീതിയിൽ നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് മക്കളെ ഇന്ന് 5 നിന്ന് 5 ലക്ഷം വരെ ഈ സഭ എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ പിതാവിനെ മറക്കരുത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞത്, നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ വെറുതെ പോകുമല്ലോ അല്ലേ, 1 കിലോ പഞ്ചസാര വാങ്ങിക്കാനൊക്കെ തിരുവനന്തപുരം വരെ പോകുന്നവരുണ്ടല്ലേ, അന്നേരമൊക്കെ അന്നേരം ആ പട്ടം കബറിലൊക്കെ ചുമ്മാ ഒന്ന് കയറണം. പിതാവ് എങ്ങും പോയിട്ടില്ല, കല്ലറയിൽ തന്നെ ഉണ്ട് പിതാവ്, എങ്ങും ഓടിപ്പോയിട്ടില്ല. പോയിട്ട് ആ പിതാവിൻ്റെ ഞാൻ കണ്ടിട്ട് ചിലരൊക്കെ വന്നിട്ട് പിതാവിൻ്റെ കല്ലറയിൽ നിന്ന് നെറ്റി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എന്താ പറയുന്നത് അറിയത്തില്ല, എന്തായാലും പിതാവിനോട് സംസാരിക്കുക. പിതാവ് കേൾക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇരിക്കാം. നിർത്തിയാലോ? സമയമായില്ലേ? 11:30 ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അതായത് നമ്മൾ ഇടയ്ക്കൊന്ന് തുടങ്ങിയിട്ടിട്ടാണ് ഇത്രയും പോയത്. ഈ പിതാവ് ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചു. ഈ വാഗ്ദാനം പ്രാപിക്കാൻ എന്ത് ചെയ്യണോ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് തുടങ്ങിയില്ലേ, തുടങ്ങിയിട്ടാണ് ഇത്രയും കയറിപ്പോയത്, ഒരു ബന്ധമില്ലാതെ അല്ലേ. പിതാവ് ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചു. ആ വാഗ്ദാനം നിറവേറാൻ പിതാവിൻ്റെ ജീവിതത്തിൽ നിറവേറാൻ പിതാവ് എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ അത് പ്രഭാഷകർ 2:1 നമ്മൾ കേട്ടു അല്ലേ. പ്രലോഭനം വരും, ചില തടസ്സമൊക്കെ വരും, അതിനെയൊക്കെ മാറ്റിക്കോണം, വകഞ്ഞു മാറ്റിക്കോണം. മനസ്സിലായോ? രക്ഷിക്കും, എൻ്റെ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം.